ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കേക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറിലുള്ള കേക്കാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ ഗിവ് അവേയിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഗിവ് അവേനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനുള്ള വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ സ്കോച്ച് കേക്ക് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അത് അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 നുള്ളു ബേക്കിംഗ് സോഡയും പിന്നെ ഒരു 2 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇനി ഒരു വിസ്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. പിന്നെ ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിൽ 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ കുറച്ചൊരു വലിയ ബബിൾസ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ട് അത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് ഇതുപോലെ നല്ല ഫ്ലഫി ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിവിടെ ബട്ടർ സ്കോച്ച് കേക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിലേക്കൊരു 1/4 ടീസ്പൂണ് ബട്ടർ സ്കോച്ചിൻ്റെ എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഓയിൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓവറായിട്ട് ബീറ്റ് ചെയ്തെടുക്കരുത് കേട്ടോ. പിന്നെ 2 ടേബിൾ സ്പൂണ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ അരിച്ചിട്ട് തന്നെയാണ് കേട്ടോ, ഒന്നും കൂടെ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഒന്നിച്ച് ചേർത്ത് കൊടുക്കേണ്ട, കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്നുകിൽ സ്പാറ്റിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. ഓവറായിട്ട് ബീറ്റ് ചെയ്തെടുക്കരുത്. നമ്മൾ മുട്ട പതഞ്ഞ് വന്നതൊന്നും താഴ്ന്നു പോവാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ആദ്യത്തെ ബാച്ച് മിക്സായി വന്നതിന് ശേഷം പിന്നെ അടുത്ത ബാച്ച് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു 2-3 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൽ ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്ത ശേഷം അടിയിലും സൈഡിലൊക്കെ ബട്ടർ പേപ്പർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രിയിൽ ഒരു 30-35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നതിന് ശേഷം ഞാൻ ഡീമോൾഡ് ചെയ്തെടുത്ത് ഇപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇനി കേക്കിന് ഇതുപോലെ 3 ലെയറാക്കി കട്ട് ചെയ്തെടുക്കാം. ഇനി ടേൺ ടേബിളിൽ കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ നടുക്കൽപ്പം ഇതുപോലെ ക്രീമാക്കി കൊടുക്കാം, കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് അതിനെ ഷുഗർ സിറപ്പ് ഒഴിച്ചൊന്ന് വെറ്റാക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് കേട്ടോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ബട്ടർ സ്കോച്ചിൻ്റെ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലെയറിൽ കൊടുക്കുന്ന ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഇതുപോലെ കുറച്ചൊരു തിക്കായിട്ടുള്ള സോസ് വേണം കേട്ടോ, അല്ലെങ്കിൽ അത് സൈഡിലേക്കൊക്കെ ഒലിച്ച് ഇറങ്ങിപ്പോവും. അപ്പോൾ ഇതുപോലെ കുറച്ച് തിക്കായിട്ടുള്ള സോസ് ആയാലും നമുക്ക് ക്രീമിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു സോസ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ, കാരണം നമ്മളിത് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് പ്രളയൻ പൊടിച്ചതിട്ട് കൊടുക്കാം. പ്രളയൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ബട്ടർ സ്കോച്ചിൻ്റെ കേക്കൊക്കെ മുന്നേ ചെയ്തതാണ്. അപ്പോൾ കാരമലും അതുപോലെ നട്ട്സും കൂടെ പൊടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ലെയറിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുത്ത ശേഷം നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ചൊന്ന് വെറ്റാക്കിയതിന് ശേഷം ക്രീം സ്പ്രെഡ് ചെയ്യുക. പിന്നെ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യുക. അതുപോലെ പ്രളയനും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ലാസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്ത ശേഷം ഷുഗർ സിറപ്പ് ഒഴിച്ചൊന്ന് വെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കേക്കിനെ ഫുള്ളായിട്ട് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് ക്രം കോട്ടിങ് ചെയ്തെടുക്കാം.
ഇപ്പോൾ കേക്കിനെ ഞാനിവിടെ ക്രം കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായതിന് ശേഷം നമുക്ക് അടുത്ത കോട്ടിങ് കൊടുക്കാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഇത് ഫ്രീസറിലാണ് കേട്ടോ വെക്കുന്നത്. ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് ഇനി അടുത്ത കോട്ടിങ് കൊടുക്കാം. ഇപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുള്ള കേക്കാണ്. ഇന്ന് നമുക്ക് ഫുള്ളായിട്ട് കേക്കിനെ ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇനി സൈഡിൽ ഇതുപോലുള്ള സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി മുകളിൽ ഇതുപോലുള്ള റോസറ്റ ഡിസൈനും കൂടെ കൊടുക്കുന്നുണ്ട്. ഇനി കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ക്രീം ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇപ്പോൾ കേക്ക് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ബട്ടർസ്കോച്ചിൻ്റെ സോസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ക്രീം നന്നായിട്ട് സെറ്റായതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇതുപോലെയുള്ള സോസ് അതുപോലെ ഗണാഷൊക്കെ ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പോൾ ഞാനിതാ എളുപ്പത്തിലൊന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട്. അപ്പോൾ കേക്കിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം പിന്നെ താഴേക്ക് ഡ്രിപ്പ് ചെയ്തിരിക്കുന്ന ആ ഒരു വിധത്തിലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിതാ ഇതുപോലെയാണ് കേക്കിൻ്റെ മുകളിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കേക്കിനെ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്കിത് എത്ര വെയിറ്റ് ഉണ്ട് എന്നൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതാ 1022 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ്. അതായത് 1 കിലോഗ്രാമും 22 ഗ്രാമുമാണ് കേട്ടോ ഇതിന് വെയിറ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ 1 കിലോഗ്രാമിൻ്റെ കേക്കൊക്കെ പുറത്തൊക്കെ കൊടുക്കാൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു മെഷർമെൻറ്റിൽ ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഗിവ് അവേയിലൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്